നമ്മൾ 2ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമാണ് പരിചയപ്പെടുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ മഴയോ മഴ എന്ന പാഠഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. ചിത്രത്തിൽ നോക്കൂ, ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കുടയുണ്ടോ? ഇല്ല അല്ലേ? ഒരുപാട് നല്ല സന്തോഷത്തോടു കൂടി വെള്ളത്തിൽ തുള്ളി കളിക്കുകയാണ് അവർ. മഴയിൽ ഇങ്ങനെ കളിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു പാട്ട് ഒന്ന് പാടി നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരാണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരാണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. നിങ്ങളെല്ലാവരും ഈ പാട്ട് ഒന്നിച്ച് കൂട്ടുകാരോടൊത്ത് പാടണേ. ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതിലും എല്ലാവരും കുടയില്ലാതെ നിൽക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, ആർക്കും കുടയില്ല. നമുക്ക് ഒരു കുട വരച്ച് നോക്കിയാലോ? ആർക്കൊക്കെ കുട വരയ്ക്കാൻ അറിയാം? അടുത്ത പ്രവർത്തനം കുട വരയ്ക്കാം. നമുക്ക് മഴ പെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കുട ചൂടി നിൽക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു കുട വരയ്ക്കാം. എങ്ങനെയുള്ള കുടയാണ്? കറുത്ത കുട, പുള്ളിക്കുട, വളഞ്ഞ കാലുള്ള കുട, ഭംഗിയുള്ള കുട, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുടകളുണ്ട്. നമുക്ക് ഏത് ചിത്രം വരയ്ക്കണം? കുട വരച്ച് അതിന് നിറം നൽകുകയും വേണം. നമുക്ക് വരച്ച് നോക്കാം. അടുത്തതൊരു കടങ്കഥയാണ്. കാലിൽ പിടിച്ചാൽ തോളിക്കയറും. ഉത്തരം എന്താണ്? കുട. കുടയെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് കടങ്കഥകളുണ്ട്. ഈ ചാനലിൽ തന്നെ കൂടുതൽ കുടയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നിങ്ങളെ സഹായിക്കാൻ നൽകിയിട്ടുണ്ട്. അവ കാണാൻ മറക്കരുത്. അടുത്തതൊരു പരീക്ഷണമാണ്. പറയുമ്പോൾ മഴ പെയ്യുമോ? നമുക്ക് നോക്കാം എന്താണ് പരീക്ഷണം ചെയ്യേണ്ടതെന്ന്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു കുപ്പി മുഴുവനായും താഴ്ത്തിവെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയാലോ?
പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളൊന്ന് എഴുതി നോക്കിയാലോ? എന്താണ് കണ്ടത്? ബോട്ടിലിൻ്റെ വശത്തെ സുഷിരം അടച്ചു പിടിക്കുമ്പോൾ വെള്ളം കുപ്പിക്കകത്ത് നിൽക്കുകയും സുഷിരം തുറന്നു പിടിക്കുന്ന സമയത്ത് മഴ പോലെ വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം? കമ്പി അല്ലെങ്കിൽ ആണി, ബക്കറ്റ്, വെള്ളം, പ്ലാസ്റ്റിക് ബോട്ടിൽ. അടുത്തത് ഒരു കുട്ടിയുടെ മഴ അനുഭവക്കുറിപ്പാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഇന്നലെ പെയ്ത മഴ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. കുട്ടിയുടെ മഴ അനുഭവക്കുറിപ്പ് വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്കും മഴയിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഇതുപോലെ കുറിപ്പായിട്ട് എഴുതണം. കൂടാതെ ഇതിൽ ചില പ്രയോഗങ്ങളുണ്ട്. വിറവിറയണ്, നനയണ്, കുളിരു കോരണ്. ഇത് ഒന്ന് അഭിനയിച്ച് ക്ലാസ്സിൽ മറ്റുള്ള കൂട്ടുകാരുടെ കൂടെ അഭിനയിക്കുകയും വേണം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ? ഒരു മരം, അതിന് താഴെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴച്ചൊല്ലുകൾ കണ്ടെത്താമെന്ന പ്രവർത്തനമാണിത്. ഒരു ചൊല്ല് അവിടെ തന്നിട്ടുണ്ട്. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? മഴ തോർന്നാലും മരം പെയ്യും. മരം എങ്ങനെ പെയ്യാ? നമ്മളൊക്കെ ചെയ്യണതാണ്. നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൊമ്പ് പിടിച്ചൊന്ന് കുലുക്കി നോക്കിയിട്ടുണ്ടാകും. അപ്പം എന്താ ഉണ്ടാവുക? മഴത്തുള്ളികൾ ആ സമയത്ത് മരത്തിൽ നിന്നും മഴ പെയ്യും പോലെ വെള്ളത്തുള്ളികൾ താഴേക്ക് വരും അല്ലേ? അതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇതുപോലുള്ള കൂടുതൽ മഴയെക്കുറിച്ചുള്ള ചൊല്ലുകളുണ്ട്. അവ ഒന്ന് ശേഖരിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. അടുത്തത് മഴത്തുള്ളി പറയുന്ന ഒരു കഥയാണ്. മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നോ? കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി, മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. കടലിൽ കളിച്ചത് ആരാണ്? കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ആര്? മഴത്തുള്ളി. അടുത്ത ചോദ്യം. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? എന്താണ്? അതെ, വെള്ളത്തുള്ളികൾ ചൂട് മൂലം
നീരാവിയായി മേലേക്ക് പോയി. എന്നിട്ട് എവിടെ എത്തി? മേഘങ്ങളിലെത്തി. അടുത്ത ചോദ്യം, വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന്? എന്തിനാ പേടിച്ചത്? അവിടെ ഇടി വെട്ടിയ ശബ്ദം കേട്ടിട്ടാണ് ആര് പേടിച്ചത്? മഴത്തുള്ളികൾ പേടിച്ചത്. അവസാനത്തെ ചോദ്യം, കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി. അതെ, മഴത്തുള്ളികൾ തുള്ളി തുള്ളിയായി ഒന്നിച്ച് താഴേക്ക് വന്നു. അത് മഴയായി താഴേക്ക് വന്നു. ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സംഭാഷണം എഴുതാം. ഒരു കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എഴുതാനുള്ളത്. കുട്ടി ചോദിക്കാണ്, മഴത്തുള്ളി മഴത്തുള്ളി, നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളിയുടെ ഉത്തരം, ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ കുട്ടി എന്ത് ചോദിച്ചിട്ടുണ്ടാവും? കുട്ടി ചോദിച്ച ചോദ്യത്തിന് മഴത്തുള്ളി നൽകിയ മറുപടി എന്താണ്? ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ കുട്ടി എന്ത് ചോദിച്ചിട്ടുണ്ടാവും മഴത്തുള്ളിയോട്? എന്തിനാണ് ഈ പേടിച്ചതെന്നല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭാഷണം നിങ്ങളുടേതായ ഭാഷയിൽ പൂർത്തിയാക്കണം. കണ്ടെത്താം എഴുതാം. എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. എന്താ ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് വെള്ളം കിട്ടുന്ന ഉറവിടങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടും? വിവിധ ജലസ്രോതസ്സുകളെ പരിചയപ്പെട്ടല്ലോ. ഇനി ഈ ജലസ്രോതസ്സുകൾ എങ്ങനെയെല്ലാമാണ് മലിനമാകുന്നത്? ഈ ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലേ? ഇതെല്ലാം സംരക്ഷിക്കേണ്ടതില്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? അതെ, ജലം ജീവനാധാരമെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനുള്ളതാണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പോസ്റ്റർ അനുയോജ്യമായ ചിത്രത്തോടുകൂടി, പോസ്റ്റർ വാക്യങ്ങളോടുകൂടി തയ്യാറാക്കണം. ചിത്രത്തിൽ എന്താണ് പോസ്റ്റർ വാക്യം? അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇതുപോലുള്ള പോസ്റ്റർ വാക്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ മറ്റൊരു പോസ്റ്റർ തയ്യാറാക്കണം. നോക്കൂ, ഇവിടെ കുറച്ച് പോസ്റ്റർ വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് യോജിച്ച ചിത്രം വരച്ച് ഒരു പോസ്റ്റർ ഇതുപോലെ തയ്യാറാക്കാം. ഇനി നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ കവിത ചൊല്ലാം. നമ്മുടെ നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്. നീലക്കടലലയുടെ നാട്, ഇതു നമ്മുടെ കേരള നാട്. നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ച് താടുക നാടേ മയിലാട്ടം. പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. തെങ്ങോലപ്പീലി വിരിച്ച് താടുക നാടേ മയിലാട്ടം. പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച. കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിലിളം പച്ച. കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിലിളം പച്ച.
പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. എന്തു മനോഹരമായ കവിതയല്ലേ! കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. മലകളുള്ള നാട്, പുഴകൾ, കടൽ, തെങ്ങിൻ തോപ്പുകൾ, പനമരങ്ങൾ, നെൽവയലുകൾ, താഴ്വരകൾ, കാട്, മരങ്ങൾ എന്നിവയെല്ലാം ചേർന്നൊരു മനോഹരമായ നാടാണ് നമ്മുടെ കേരള നാട് അല്ലേ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ മഴയോ മഴ എന്ന യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.